കൂടാതെ നമ്മുടെ ഈ സ്കൂൾ 1901 സ്ഥാപിതമായ നമ്മുടെ നിലമ്പൊടിഞ്ഞ CMS LP സ്കൂൾ ഇപ്പോൾ വളരെ ഒരു ശോചനീയ അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ മുൻപ് പഠിച്ചവരും അതുപോലെ ഇവിടുത്തെ അധ്യാപകരായിരുന്നവരും ഒക്കെ നമുക്ക് നല്ല ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടും ഈ സ്കൂൾ നിലനിൽക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് നൽകി തരുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രത്യേക അവസരത്തിൽ 1950 കാലഘട്ടങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രിയ സാറാമ്മ ടീച്ചർ, MM സാറാമ്മ ടീച്ചറിൻ്റെ മോനായ സെന്നിച്ചായൻ, അച്ഛനായൻ വിദേശത്താണ്. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂള് കാണുന്നതിനും ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനും സെന്നിച്ചാനും നമ്മുടെ ഒപ്പമുണ്ട്. ഫോണിൽ മാത്രമേ സെന്നിച്ചാൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളൂ, ഫോട്ടോ കണ്ടിട്ടുള്ളൂ. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. തിരക്കിനിടയിലും സ്കൂളിനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത പ്രിയ സെന്നിച്ചാനോട് വളരെ നന്ദി സ്നേഹവും ഞങ്ങളുടെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ നിലമ്പൊടിഞ്ഞ കുടുംബത്തിൻ്റെ നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. സെന്നിച്ചാനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ പറ്റി സാറിൻ്റെ മാതാവാണ് ഇവിടെ പഠിപ്പിച്ചത്. സാറിൻ്റെ ചെറിയ കാലഘട്ടങ്ങളൊക്കെ, കുഞ്ഞിലെ ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ സ്കൂളിനെ കുറിച്ചുള്ള പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് ആ ഓർമ്മകൾ പുതുക്കുവാനും ഒക്കെ നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ സെന്നിച്ചാനുണ്ട്. അതുപോലെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സാന്ദ്ര ടീച്ചറും കൂടെയുണ്ട്. വളരെ സന്തോഷം സെന്നിച്ചാനെ കാണാൻ സാധിച്ചില്ല. അതുപോലെ സെന്നിച്ചാൻ്റെ ബന്ധുക്കളായിരിക്കുന്നവരും ഉണ്ട്, കൂടെയുണ്ട്, പ്രേമോനും ഒക്കെ ഉണ്ട്. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ചോർന്നൊലിച്ച ഒരു അവസ്ഥയാണ്. അപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുവാൻ വളരെ പ്രയാസകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ PT ആയിട്ട് ആലോചിച്ച് ഓട് മുഴുവൻ താഴെ ഇറക്കി അത് പട്ടിക മാറ്റി GI പൈപ്പ് ആക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായി. അതിന് പ്രകാരം നമ്മൾ പലരെ സമീപിക്കുകയുണ്ടായി. മാനേജ്മെൻറ്റിൽ നിന്ന് ഒരു ചെറിയ സഹായം ലഭിച്ചു. അങ്ങനെ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. പൂർത്തിയായിട്ടില്ല. മെയിൻ ഹാളിൻ്റെ പണികൾ നടക്കുന്നു. ഇനി തുടർന്നും നമുക്കൊരു ചെറിയ ഹാളുണ്ട്, അവിടെ അതിൻ്റെ പണി പൂർത്തീകരിക്കാനുണ്ട്. കിച്ചണിൻ്റെ മേൽക്കൂര ചെയ്യുവാനുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ ഒരു വരാന്ത നമുക്ക് ആവശ്യമാണ്. കൂടാതെ കുട്ടികൾക്ക് കളിസ്ഥലമില്ല. ഒരു ചെറിയ പാർക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം ദൈവം നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം സാന്ദ്ര ടീച്ചർ എൻ്റെ വാക്ക് സംസാരിക്കുന്നു. എൻ്റെ പേര് സാന്ദ്ര സുരേഷ്. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ഈ വർഷം തന്നെയാണ്. ഞാൻ ഈ സ്കൂളിൽ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ഞാനിവിടെ നഴ്സറി മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ച വിദ്യാർത്ഥിയാണ്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ PTA പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സ്കൂളിൽ തന്നെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാനും പഠിപ്പിക്കുവാനും കഴിഞ്ഞത്. അപ്പം ഈ സ്കൂളിൻ്റെ അവസ്ഥകളെ പറ്റി ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം മാറി നല്ലൊരു ചുറ്റുപാട് നമുക്കുണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു അവസരത്തിൽ സംസാരിക്കാൻ ദൈവം അനുഗ്രഹിച്ചു തോർത്ത് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സാന്ദ്ര. ഈ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഒരു TTC പാസ്സായി കഴിഞ്ഞ് ഒരു CSIക്കാരനെയാണ് കല്യാണം കഴിച്ചത്. അമ്മയുടെ സ്വദേശം തടിയൂരായിരുന്നു. മർത്തമ സഭയിൽപ്പെട്ട എൻ്റെ അമ്മ CSIയിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് അച്ചായൻ CMS സ്കൂളുകളിലായിരുന്നു ജോലി ചെയ്തത്. അച്ചായൻ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫറായി പോയപ്പോൾ അമ്മയെ പകരം ജോലിക്ക് ഏർപ്പെടുത്തുകയുണ്ടായി. പല സ്കൂളുകളിലും പകരം ജോലി ചെയ്തതിന് ശേഷം നിലമ്പൊടിഞ്ഞ, ആനക്കുഴി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അമ്മ സേവനം ചെയ്തിരുന്നു. ആ സേവന സമയത്ത് അറിയാമല്ലോ, 70 വർഷങ്ങൾക്ക് മുമ്പ് 1950-കളിൽ 60-കളിൽ യാത്രാ സൗകര്യം ഒന്നുമേ തന്നെ ഇല്ലായിരുന്നു. മല്ലപ്പള്ളി ആനിക്കാട് പ്രദേശത്ത് നിന്നും അമ്മ നടന്നാണ് നിലമ്പൊടിഞ്ഞയിൽ വന്നുകൊണ്ടിരുന്നത്. പല കുന്നുകൾ കയറി ചേലക്കുമ്പ് വഴിക്കൊക്കെ വന്നുകൊണ്ടിരുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നത്തെ പോലുള്ള യാത്രാ സൗകര്യമോ ചായക്കടയോ ഒരു ആഹാരത്തിനോ ഒന്നും ഒരു സൗകര്യമില്ലാത്ത സമയത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് അമ്മ ഈ നിലമ്പൊടിഞ്ഞ സ്കൂളിൽ വരുമായിരുന്നു. നിലമ്പൊടിഞ്ഞ സ്കൂളിൽ വെച്ച് അമ്മയ്ക്ക് അതികഠിനമായ പ്രയാസം വന്നപ്പോൾ അമ്മ പ്രാർത്ഥിച്ചാണ് കൂത്രപ്പള്ളിയിലേക്ക് ഒരു ട്രാൻസ്ഫർ മേടിച്ചെന്നാണ് അമ്മ പറയാറുള്ളത്. കൂത്രപ്പള്ളിയുടെ സ്ഥിതി, കൂത്രപ്പള്ളി CMS LPSന്റെ സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ, 50-കളിൽ.
നമ്മുടെ CMS സ്കൂളുകളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് യുനോ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്കൂളുകളാണല്ലോ. ആ സ്കൂളുകളിലെ അന്നത്തെ വിദ്യാർത്ഥികൾ സത്യത്തിൽ നമ്മുടെ സഭക്കാരോ അല്ലെങ്കിൽ മാത്രമായിരുന്നില്ല, ഈ ചുറ്റുപാടുമുള്ള സകല ആൾക്കാർക്കും വിദ്യ അഭ്യസിപ്പിച്ച പ്രസ്ഥാനമാണ്. അങ്ങനെ ഞങ്ങൾ കൂത്രപ്പള്ളിയിൽ പിന്നീട് സ്ഥിരതാമസമാക്കുകയായിരുന്നു. എന്നാലും നിലം പൊടിഞ്ഞ എന്നും എൻ്റെ അമ്മയുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം വീണ്ടും ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോഴാണ് ഓൺലൈനിലായിട്ട് ഞാൻ കണ്ടു, പ്രവാസിയായ ഒരു മലയാളി ഈ കങ്ങഴയിലുള്ള ഒരു പ്രവാസി ഈ സ്കൂളിന് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യുന്നതായിട്ട്. പിന്നീട് വീണ്ടും ഞാൻ ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെടുകയും ജെയിനി ടീച്ചർ എന്നോട് പല കാര്യങ്ങൾ അഭ്യർത്ഥിക്കുകയുണ്ടായി. ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ട് ഞാൻ കൂത്രപ്പള്ളിയിൽ പല സ്കൂളിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വിദേശത്താണ്, അമേരിക്കയിലാണ്. എങ്കിൽ പോലും ഈ നാടുമായിട്ട് ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ജെയിനി ടീച്ചറിൻ്റെ ആഗ്രഹം പോലെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഞാൻ ടീച്ചറിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ പ്രീ സ്കൂള് ഏറ്റവും നന്നായി ഇന്നും നിലനിൽക്കുന്ന ഈ സ്കൂള് അടുത്ത ഒരു നൂറ്റാണ്ടുകൂടെ ബെറ്ററായിട്ട് നിലനിൽക്കുവാൻ, പരിസരത്തുള്ളവർക്ക് ജോലിയും വിദ്യാഭ്യാസവും നൽകുവാൻ. സത്യത്തിൽ നിലംപൊടിഞ്ഞ സ്ഥലം കാണേണ്ടത് തന്നെയാണ്. ഇവിടെ വരുവാനുള്ള ബുദ്ധിമുട്ട് ഇന്നും 2025 പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കറിയാം പൂർവികർ എന്തുമാത്രം പ്രയാസപ്പെട്ടിരുന്നു എന്നുള്ളത്. എനിവേ, ഈ ടീച്ചറിൻ്റെ ഈ ഉദ്യമത്തിന് ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും ചേരുന്നു. ടീച്ചറിനോട് ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പ്രവർത്തനങ്ങളെ പറ്റിയും എസ്റ്റിമേറ്റഡ് കോസ്റ്റിനെ പറ്റിയും ഒന്ന് ചോദിക്കുകയാണ്. ടീച്ചർ വിവരിക്കുന്നതായിരിക്കും. നമുക്ക് ഇതിന് ഏകദേശം 3 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്നതാണ് ഈ മേൽക്കൂരയുടെ വർക്ക് തന്നെ. കൂടാതെ ഉള്ള വർക്കുകളാണ് നമ്മുടെ വരാന്ത, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. നമുക്ക് തറ ടൈലിട്ടിട്ടില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 ബിൽഡിങ്ങിൻ്റെ, അതായത് കിച്ചൺ, ഈ മെയിൻ ഹാൾ, ഇപ്പോൾ ചർച്ച് നടക്കുന്ന ഹാള്, ഇതിൻ്റെ എല്ലാം കൂടി ഏകദേശം 3 ലക്ഷം രൂപയോളം അതിൻ്റെ വർക്കിന് വരും. നമുക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് വെറും 75,000 രൂപയെ ലഭിച്ചിട്ടുള്ളൂ. നമ്മളൊരു കൂപ്പൺ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നിന്നും നമുക്ക് വലിയൊരു തുകയൊന്നും ലഭിച്ചില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പുറത്ത് ഞങ്ങൾ ഇറങ്ങി കുറച്ച് സമാഹരിച്ചു, അതൊരു 10-50,000 രൂപ. അതിൽ 25,000 രൂപയോളം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരിക്കുന്ന ജോസഫ് പൊന്നോലി സാറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു 2 ലക്ഷം രൂപ, 2.25 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പം അതുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഇനി സാമ്പത്തികം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കളിസ്ഥലമില്ല, അപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ചെയ്യുവാനുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. താങ്ക് യു ടീച്ചർ, ഇത്രയും സഹകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ടീച്ചറിന് എല്ലാ സഹായങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരു വാക്ക് പറഞ്ഞു, എല്ലാവരും സഹായിക്കണം. ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു സോ മച്ച്.